ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് ഈ ചാപ്റ്ററിന്റെ കെമിസ്ട്രിയുടെ അടുത്ത പോർഷനാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആറ്റത്തിന്റെ ഡിഫറെന്റ് മോഡൽസിനെ കുറിച്ചാണ്. അതിൽ ആദ്യം പഠിച്ചു തുടങ്ങുക റൂദർഫോർഡ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റമാണ്. ആറ്റത്തിൽ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നിങ്ങനെ 3 തരം പാർട്ടിക്കിൾ ഉണ്ടെന്ന് നമ്മൾ തൊട്ടു മുമ്പത്തെ ക്ലാസ്സിൽ വിവിധ സയന്റിസ്റ്റുകൾ വിവിധ എക്സ്പെരിമെന്റ് വഴി കണ്ടുപിടിച്ചത് വിശദമായിട്ട് പഠിച്ചു. അതുപയോഗിച്ചുകൊണ്ടുള്ള വിവിധ മോഡൽസ് പിന്നീടുണ്ടായി. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മോഡലാണ് റൂദർഫോർഡ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. അതിന്റെ പ്രത്യേകതകളും അടുത്ത തരം മോഡലുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ കെമിസ്ട്രി പഠിക്കുന്നത് കെമിസ്ട്രി വിത്ത് സ്മിത ടീച്ചർ എന്ന യൂട്യൂബ് ചാനൽ സ്മിത ടീച്ചറിനോടൊപ്പമാണ്. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. റൂദർഫോർഡിന്റെ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റത്തിന് സോളാർ സിസ്റ്റവുമായിട്ട് നല്ല സാമ്യമുണ്ട്. അതുകൊണ്ടാണ് അതിനെ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. സോളാർ സിസ്റ്റത്തിന് സൺ എന്നൊരു സെന്റർ ഉണ്ട്. സോളാർ സിസ്റ്റത്തിന് സൺ ആണ് സെന്റർ. അതുപോലെ ആറ്റത്തിനും ഒരു സെന്റർ ഉണ്ട്. ആ സെന്ററിന്റെ പേരാണ് ന്യൂക്ലിയസ്. ഇനി പ്ലാനറ്റ്സ് റിവോൾവ് എറൗണ്ട് ദി സൺ ഇൻ ഓർബിറ്റ്സ്. പ്ലാനറ്റ്സ് എല്ലാം സണ്ണിന്റെ ചുറ്റും ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ആറ്റത്തിൽ ഇലക്ട്രോൺസ് റിവോൾവ് എറൗണ്ട് ദി ന്യൂക്ലിയസ് ഇൻ ഷെൽസ്. ഇവിടെ ഓർബിറ്റ്, ഇവിടെ ഷെൽസ്. വളരെ നല്ല മോഡലായിട്ട് ആദ്യം ഇത് തോന്നി എങ്കിലും ഇവിടെ ഒരു കുഴപ്പമുണ്ടായി. ഇതിന് ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസിന് ചുറ്റും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരുന്നാൽ ഇലക്ട്രോണിന്റെ എനർജി റേഡിയേഷൻസ് ആയി നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഒരു ചാർജ് ഉള്ളതിന് ചുറ്റും മറ്റൊരു ചാർജ് ഉള്ളത് കറങ്ങിക്കൊണ്ടിരുന്നാൽ ഈ ഇലക്ട്രോണിന്റെ ചാർജ് റേഡിയേഷൻസ് ആയി നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ നഷ്ടപ്പെട്ട് അവസാനത്തെയും ഇത് കറങ്ങി തല കറങ്ങി വീഴുന്നത് പോലെ ന്യൂക്ലിയസിലേക്ക് വന്ന് കൊളാപ്സ് ചെയ്യും എന്നാണ് പറയുന്നത്. അങ്ങനെ ആറ്റം നശിച്ചു പോകും. അങ്ങനെ ആറ്റങ്ങൾ നശിച്ചു പോയാൽ ഈ ഭൂമി നിലനിൽക്കുവോ? ഒന്നും നിലനിൽക്കില്ല. അങ്ങനെ ഒരു കാര്യം നടക്കുന്നില്ല. ആറ്റങ്ങളിലേക്ക് ഇലക്ട്രോൺ എല്ലാം വന്ന് ഈ ന്യൂക്ലിയസിലേക്ക് വീണ് കൊളാപ്സ് ചെയ്ത് ഒരാറ്റവും നശിച്ചു പോകുന്നില്ല. അതിനൊരു ക്ലിയർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നൽകാനായിട്ട് ആർക്ക് പറ്റിയില്ല? റൂദർഫോർഡിന് പറ്റിയില്ല. അതുകൊണ്ട് ഈ മോഡല് ഡിസ്കാർഡ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. റൂദർഫോർഡിന്റെ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റത്തിന്റെ മെയിൻ ഐഡിയാസ് ഒന്ന് എണ്ണി പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ആറ്റം ഹാസ് എ സെന്റർ കോൾഡ് ന്യൂക്ലിയസ്. ഓൾ മാസ് ഓഫ് ആറ്റം ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ ദി ന്യൂക്ലിയസ്. ആറ്റത്തിന്റെ മുഴുവൻ മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്മോൾ പോർഷനാണ് ന്യൂക്ലിയസ്. ഇലക്ട്രോൺ റിവോൾവ് എറൗണ്ട് ദി ന്യൂക്ലിയസ് ഇൻ ഷെൽസ്. ആ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്ന ആ പാത്തിന് ഷെൽ എന്ന് പറയും. ഇതിലെ ഈ ന്യൂക്ലിയസ് എന്നുള്ള ഐഡിയയും ഈ ഷെൽ എന്നുള്ള ഐഡിയയും ഒക്കെ വീണ്ടും എന്നും നിലനിന്നു. എന്നാൽ ആ റിവോൾവ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് റിവോൾവ് ചെയ്താൽ എന്തോ ഒരു ഇങ്ങനെ നമ്മൾ പറഞ്ഞ ഡ്രോബാക്ക് ഉണ്ട്. അതായത് അത് നശിച്ച് ന്യൂക്ലിയസിലേക്ക് കൊളാപ്സ് ചെയ്യപ്പെടും, ന്യൂക്ലിയസിലേക്ക് പതിക്കും, കൊളാപ്സ് ചെയ്യപ്പെടും. അങ്ങനെയുള്ള അതിന്റെ കുഴപ്പം മാത്രമാണ്. അത് മാറ്റി പുതിയൊരു മോഡൽ വരികയാണ് ചെയ്തത്. ആ മോഡലാണ് ബോർ ആറ്റം മോഡൽ. ബോർ മോഡൽ പറയുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഇതിനെ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്ന് വിളിച്ചിരുന്നതെന്ന് നമ്മളൊന്ന് പഠിച്ചു വെക്കണം. ന്യൂക്ലിയസ് ഈസ് കമ്പയർഡ് ടു ദി സൺ, ഇലക്ട്രോൺസ് ആർ കമ്പയർഡ് ടു planets. So this model is known as planetary model. Limitations പറഞ്ഞു തന്നു. Electron lose energy when revolving around positively charged nucleus and collapse into nucleus. ഇനി ഇതിനൊരു കൃത്യമായ വിശദീകരണം നൽകാനായിട്ട് റൂദർഫോർഡ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റത്തിന് പറ്റിയില്ല. അതുകൊണ്ട് പുതിയ മോഡലും പുതിയ ഐഡിയയും ഉണ്ടാകേണ്ടി വന്നു. നമ്മൾ ഇത് പഠിക്കുമ്പോൾ നമ്മൾ മെയിൻ ഐഡിയാസ് ഓഫ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം പഠിക്കണം. അതിനുശേഷം അത് എന്തുകൊണ്ടാണ് പ്ലാനറ്ററി മോഡൽ ഓഫ്
ആറ്റം എന്ന് പറയുന്നത് എന്നുള്ളത് പഠിക്കണം. ദെൻ അതിൻ്റെ ലിമിറ്റേഷൻ എന്നാണെന്നും നമ്മൾ എന്നും ഓർത്തിരിക്കണം. റൂദർഫോർഡിന്റെ ആറ്റം മോഡലിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് വളരെ സ്വീകാര്യമായ ഒരു മോഡൽ ഉണ്ടാക്കിയ ആളാണ് ബോർ, നീൽസ് ബോർ. ഒരുപാട് നാളുകളിലേക്ക് അദ്ദേഹത്തിന്റെ മോഡലാണ് പിന്നെ ശാസ്ത്രജ്ഞന്മാർ പിന്തുടർന്നത്. പിന്നീട് ഇദ്ദേഹത്തിന്റെ മോഡലിനും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഏറ്റവും അത്യന്താധുനികമായ മോഡൽ ഉണ്ടായി. അതിനെക്കുറിച്ച് നമ്മൾ അതാണ് ഇപ്പൊ പറഞ്ഞ് ഈ മോഡലാണ് ആറ്റം എല്ലാം ഇങ്ങനെ ഇരിക്കുന്നതെന്ന് നമ്മൾ ഒരിക്കലും പഠിച്ചു വെക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ അത് പറയുന്നത്. ഈ മോഡലിനും ഡ്രോബാക്ക് ഉണ്ടായി. പക്ഷേ നമ്മൾ ഇപ്പോൾ ഒരു 10ാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ ഇതേ പഠിക്കുന്നുള്ളൂ. ഈ മോഡലാണ് ആറ്റത്തിന്റെ മോഡൽ എന്ന് നമ്മൾ ഓർക്കാൻ പാടില്ല. പക്ഷെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ പോലെയാണ് ഭൂരിഭാഗം കാര്യങ്ങളും പഠിക്കാനും ആറ്റത്തെക്കുറിച്ചുള്ള പഠനം നടത്താൻ ഈ മോഡൽ ഉത്തമമാണ്. എങ്കിലും ഈ മോഡലിലും കുറേ കുഴപ്പങ്ങളും ഡ്രോബാക്കുകളും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനേക്കാൾ നല്ല മോഡൽ നമ്മൾക്ക് കണ്ടുപിടിക്കപ്പെട്ടിട്ടുമുണ്ട്. അത് പിന്നീട് സയൻസ് പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പഠിക്കേണ്ടി വരികയും ചെയ്യും. ഇപ്പോൾ നമുക്ക് ബോർ മോഡലിന്റെ പ്രത്യേകതകൾ നോക്കാം. ബോർ മോഡൽ ഓഫ് ആറ്റത്തില് ഒരു ആറ്റത്തിന്റെ മോഡലാണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് നോക്കിക്കൊണ്ട് പറയാം. അതിലും സെന്ററിൽ ന്യൂക്ലിയസ് തന്നെയാണ്, പോസിറ്റീവ് ചാർജ് ന്യൂക്ലിയസ്. അതിനു ചുറ്റും ഇലക്ട്രോൺസ് ആർ റിവോൾവ് അറൌണ്ട് ദി ന്യൂക്ലിയസ് ഇൻ ഫിക്സഡ് സർക്കുലാർ പാത്ത്. ഫിക്സഡ് ആയിട്ടുള്ള സർക്കുലാർ പാത്തിലാണ്. ആദ്യം പറഞ്ഞ് ചുമ്മാ സർക്കുലാർ പാത്തിൽ കൂടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയെന്നാണ്. ഇതിവിടെ ഓരോ ഇലക്ട്രോണിനും ഓരോ പാത്തുകൾ അസൈൻ ചെയ്ത് കൊടുത്തേക്കാണ്. ആ ഫിക്സഡ് സർക്കുലാർ പാത്തിലാണ്. വ്യത്യാസം മനസ്സിലായോ? ഫിക്സഡ് സർക്കുലാർ പാത്ത് കോൾഡ് ഓർബിറ്റ്സ് ആൻഡ് ഷെൽസ്. അതിനെ ഓർബിറ്റ് എന്നോ ഷെല്ലെന്നോ നമുക്ക് വിളിച്ചേക്കാം. ഇനി അടുത്തതോ, ഈ ഓരോ ഷെല്ലിനും ഓരോ എനർജിയാണ്. ഓരോ ഷെല്ലിനും ഓരോ എനർജിയാണ്. ഫിക്സഡ് എനർജി ഉണ്ട് ഓരോ ഷെല്ലുകൾക്കും. അതുകൊണ്ട് തന്നെ ആ ഷെല്ലിലിരിക്കുന്ന ഇലക്ട്രോണിനും ഫിക്സഡ് ആയിട്ട് വെവ്വേറെ എനർജികളാണ്. ഇത് ഒന്നാമത്തെ ഷെല്ലായിട്ട് നമുക്ക് കൂട്ടിയ ഒന്നാമത്തെ ഷെല്ലില് ഒരു എനർജി, അതിനേക്കാൾ കൂടിയ എനർജിയാണ് രണ്ടാമത്തെ ഷെല്ലിൽ ഇരിക്കുമ്പോൾ. രണ്ടാമത്തെ ഷെല്ലിൽ ഇരിക്കുന്ന ഇലക്ട്രോണുകൾക്ക് ഒന്നാമത്തെ ഷെല്ലിൽ ഇരിക്കുന്ന ഇലക്ട്രോണുകളേക്കാൾ എനർജി കൂടുതലായിരിക്കും. അത് കഴിഞ്ഞു വരുന്ന മൂന്നാമത്തെ ഷെല്ലിൽ ഇലക്ട്രോണുകൾ ഉണ്ട് എങ്കിൽ ആ മൂന്നാമത്തെ ഷെല്ലിന് എനർജി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഷെല്ലിലിരിക്കുന്ന ഇലക്ട്രോണുകൾക്കും എനർജി കൂടുതലാണ്. അടുത്ത പോയിന്റ് എന്നാന്ന് വെച്ചാൽ ഇപ്പൊ പറഞ്ഞായിരുന്നു, ഒന്നാമത്തെ ഷെല്ലിനേക്കാളും എനർജി കൂടുതലാണ് രണ്ടാമത്തേതിനേക്കാൾ കൂടുതലാണ് മൂന്നാമത്തെ. അപ്പൊ ഈ ന്യൂക്ലിയസിൽ നിന്നും അകലും തോറും ഓരോ ഷെല്ലിലെ ഇരിക്കുന്ന ഇലക്ട്രോണുകളുടെയും എനർജി കൂടി വരുന്നു. നമുക്ക് ന്യൂക്ലിയസിനെ നമുക്കൊന്ന് പഠിക്കാനൊന്ന് മനസ്സിലാക്കാൻ ഒരു ക്ലാസ്സിൽ നിൽക്കുന്ന ഇതൊരു ടീച്ചറാണെന്ന് വിചാരിക്കൂ. ഇത് ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്ന ആൾക്കാർ, ഇത് സെക്കൻഡ് ബെഞ്ചിൽ, ഇത് തേർഡ് ബെഞ്ചാണെന്ന് വിചാരിക്കൂ. നമുക്ക് എവിടെ ഇരിക്കുമ്പോഴാണ് കുറച്ച് എനർജിയൊക്കെ കൂടുതൽ, വർത്താനമൊക്കെ പറയാൻ ഇച്ചിരി എനർജി കൂടുതൽ കിട്ടുന്നത്? എപ്പോഴും ലാസ്റ്റ് ബെഞ്ചിലേക്ക് പോകും തോറും എനർജി കൂടിക്കൊണ്ടിരിക്കും. ഫസ്റ്റ് ബെഞ്ചായിരിക്കുമ്പോൾ നമ്മൾ അടങ്ങി ഒതുങ്ങിയിരിക്കണം അല്ലെ. അപ്പൊ കയറി ഇരിക്കാനൊക്കെ പറഞ്ഞാൽ നമുക്കൊരു വിഷമമല്ലേ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ന്യൂക്ലിയസിനോട് ചേർന്ന് വരുമ്പോൾ എനർജി കുറയുന്നു. ന്യൂക്ലിയസിൽ നിന്ന് അകലും തോറും ഷെല്ലുകൾക്ക് എനർജി കൂടിക്കൂടി വരുന്നു. ഷെല്ലുകൾക്ക് എനർജി കൂടിയതുകൊണ്ട് ആ ഷെല്ലിൽ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണുകൾക്കും എനർജി കറസ്പോണ്ടിങ് ആയിട്ട് കൂടുതലാണ്. ഷെല്ലുകൾക്ക് അതുകൊണ്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്പർ ഇട്ടിട്ടുണ്ട്. ന്യൂക്ലിയസിനോട് ചേർന്ന് വരുന്ന ഇതിനെ ഒന്നാമത്തെ ഷെല്ല്, ഇതിനെ രണ്ടാമത്തെ ഷെല്ല്, ഇതിനെ മൂന്നാമത്തെ ഷെല്ല്. ഇനി ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ഷെല്ലുകളുടെ എണ്ണം എത്ര വരെ വേണമെങ്കിലും കൂടാം. ഇനി ആ ഷെല്ലുകൾക്ക് നമ്പര് മാത്രമല്ല റെപ്രസെന്റ് ചെയ്യാൻ ഒന്നാമത്തെ ഷെല്ലിന് കെ എന്നും ക്യാപിറ്റൽ കെ, രണ്ടാമത്തെ ഷെല്ലിന് എൽ എന്നും, മൂന്നാമത്തെ ഷെല്ലിന് എം എന്നും ലെറ്റേഴ്സ് കെ എൽ എം എന്ന് നമ്മൾ പേര് കൊടുക്കാറും ഉണ്ട്. ബോർ മോഡലിൽ പറഞ്ഞിരിക്കുന്ന ഓരോ പോയിന്റുകളും നമ്മൾക്ക് വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ടതും പരീക്ഷയ്ക്ക് ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് ഓരോ പോയിന്റുകളും വെച്ച് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മളോട് ചോദിച്ചെന്നിരിക്കും.
ഓരോ ഷെല്ലിന്റെ പേര് ചോദിച്ചെന്നിരിക്കും. അതുകൊണ്ട് ഇത് ഈ ക്ലാസ്സിൽ മാത്രമല്ല എല്ലാ ക്ലാസ്സുകളിലും നമുക്ക് വേണ്ടതാണ്. 10 വേണം, 11 വേണം, 12 വേണം, എല്ലായിടത്തും വേണ്ട ബോർ മോഡൽസിന്റെ സ്പെഷ്യാലിറ്റീസ് നന്നായിട്ട് ഇപ്പോഴും അങ്ങ് പഠിച്ചു വെച്ചേര്. ഇലക്ട്രോൺസ് റിവോൾവ് അറൌണ്ട് ദി ന്യൂക്ലിയസ് ഇൻ ഫിക്സഡ് സർക്കുലർ പാത്ത് കോൾഡ് ഓർബിറ്റ്സ് ഓർ ഷെൽസ്. ഇലക്ട്രോൺ ഇൻ ഈച്ച് ഷെൽ ഹാവ് കൃത്യമായിട്ടുള്ളൊരു എനർജി ഉണ്ട്. എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ എ പർട്ടിക്കുലർ ഓർബിറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ആ ഷെല്ലിൽ തന്നെ ഇരുന്നാൽ, ഒരു ഷെല്ലിൽ തന്നെ ഇരിക്കുമ്പോൾ കൃത്യമായിട്ട് ഒരു എനർജി ആയിരിക്കും. ദെൻ അടുത്തത് എനർജി ഓഫ് ഷെൽസ് ഇൻക്രീസസ് ആസ് ദി ഡിസ്റ്റൻസ് ഫ്രം ദി ന്യൂക്ലിയസ് ഇൻക്രീസസ്. അത് ഓർക്കാനായിട്ടൊരു എക്സാമ്പിൾ കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. ന്യൂക്ലിയസിൽ നിന്ന് അകലും തോറും ഷെല്ലിന്റെ എനർജി കൂടി വരുന്നു. ഇനി ഷെല്ലിനെ എല്ലാം നമുക്ക് 1, 2, 3, 4 അല്ലെങ്കിൽ 1 പകരം എന്തെന്ന് പറയാം? ക്യാപിറ്റൽ കെ. ഒന്നാമത്തെ ഷെല്ലിന്റെ പേരെന്താണ്? കെ. 2 എൽ, മൂന്നാമത്തെ എം, എൻ എന്നിങ്ങനെ രീതിയിലും നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ബോർ മോഡല്, റൂദർഫോർഡ് മോഡൽ എല്ലാം നമ്മൾ ഇന്ന് പഠിച്ചു. അതിന്റെ പോസ്റ്റ്ലേറ്റ്സ് പഠിച്ചു, അതിന്റെ പ്രത്യേകതകൾ പഠിച്ചു. ഇനി നമ്മൾ ആറ്റത്തിലെ മറ്റു പ്രത്യേകതകളെല്ലാം ഇതെല്ലാം വളരെ കൃത്യമായിട്ട് എന്നും മനസ്സിൽ സയൻസ് പഠിക്കുന്നിടത്തോളം കാലം വേണ്ട പോയിന്റ്സ് ആണ്. അതെല്ലാം നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും കേട്ടോ. ക്ലാസ്സിൽ നിന്ന് നന്നായിട്ട് പഠിച്ചോ? എനിക്കറിയാം ക്ലാസ്സിൽ നിന്ന് നമുക്കൊരു ആത്മവിശ്വാസത്തോടെ പഠിക്കാൻ പറ്റുമെന്ന്. കാരണം ഞാൻ വളരെ ആത്മവിശ്വാസത്തോടെയാണ് ഇടുന്നത്. അപ്പോൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ താഴെ ക്ലാസ്സിനെ കുറിച്ചൊരു കമൻ്റ് ഇടാതെ പോകരുത്.